ഹലോ ഫ്രണ്ട്സ്, PSC ഡെയിലി ഡോസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെറ്റ് കേട്ടറ്റ് പരീക്ഷകൾക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന അബ്രീവിയേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. ക്ലാസ് CLASS, കമ്പ്യൂട്ടർ ലിറ്ററസി ആൻഡ് സ്റ്റഡീസ് ഇൻ സ്കൂൾ. നെക്സ്റ്റ് വൺ പ്ലാറ്റോ, PLATO, പ്രോഗ്രാംഡ് ലോജിക് ഫോർ ഓട്ടോമാറ്റിക് ടീച്ചിങ് ഓപ്പറേഷൻസ്. ക്ലാസ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ അറിവും അതുപോലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും പരിചയപ്പെടുത്തുന്നതിനായി 1984 ഇന്ത്യ ആരംഭിച്ച ഒരു പദ്ധതിയാണിത്. പ്ലേറ്റോ എന്നാൽ 1960 അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയിസ് ആണ് ഇത് ആദ്യമായി വികസിപ്പിച്ചത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പഠനത്തിനായി ഉപയോഗിച്ച ആദ്യത്തെ സംവിധാനമാണിത്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടീച്ചിങ്. നെക്സ്റ്റ് വൺ സോക്രേറ്റ്സ് ഓർ സോക്രട്ടീസ്, SOCRATES, സിസ്റ്റം ഫോർ ഓർഗനൈസിംഗ് കണ്ടന്റ് ടു റിവ്യൂ ആൻഡ് ടീച്ച് എഡ്യൂക്കേഷണൽ സബ്ജക്ട്സ്. ഇവിടെയും കരിക്കുലം ഡിസൈൻ ആണ് പറയുന്നത്. ഒരു പാഠ്യപദ്ധതി എങ്ങനെ തയ്യാറാക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ KER, കേരള എഡ്യൂക്കേഷൻ റൂൾസ്, 1959. നെക്സ്റ്റ് വൺ GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, കമ്പ്യൂട്ടർ സയൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ടേം ആണ്. നമുക്ക് ചോദിക്കണമെന്നില്ല, എങ്കിലും ചോദിച്ചാൽ എഴുതാം. നെക്സ്റ്റ് NCERT ആണ്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇതൊരു നാഷണൽ അക്കാഡമിക് ബോഡിയാണ്. 1961 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. നെക്സ്റ്റ് വരുന്നത് SCERT ആണ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതുപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷനും സ്റ്റേറ്റ് ലെവൽ തന്നെയാണ്. സ്റ്റേറ്റ് ലെവൽ സിലബസ്, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് SCERT വഴിയാണ്. നെക്സ്റ്റ് വരുന്നത് NIEPMD ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. ഇത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അടുത്തത് CMAT ആണ്, SIEMAT, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ്. ഇതൊരു എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ബോഡിയാണ്. നെക്സ്റ്റ് വരുന്നത് FIACS, ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം. ഇതൊരു ക്ലാസ് റൂം ഡയനാമിക്സ് മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റം ആണ്. ഒരു ക്ലാസ് റൂമിൽ സ്റ്റുഡൻറ്റും ടീച്ചേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഏതൊക്കെ തരത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആണ് FIACS. ക്ലാസ് റൂം ഇന്ററാക്ഷൻ എന്ന് ഓർത്താൽ മതി കീവേഡ്. നെക്സ്റ്റ് വരുന്നത് MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. MOOC ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്, ലേണിംഗ് പ്ലാറ്റ്ഫോം. നെക്സ്റ്റ് വരുന്നത് BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ഒരു ഹാർഡ്വെയർ ബേസിക്സ് ആണ്, അധികം ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നതാണ് NIEPA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത് നാഷണൽ ലെവലിലുള്ള എഡ്യൂക്കേഷണൽ പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, പോളിസി പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 1961 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. യുനെസ്കോയാണ് ഇത് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് NUPA, NUEPA, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. NIPAയും NUPAയും ഒന്ന് തന്നെയാണ്. പക്ഷേ 2006 യൂണിവേഴ്സിറ്റി അംഗീകാരം ലഭിച്ചപ്പോൾ NUPA എന്ന് പേര് മാറ്റിയിരുന്നു. പിന്നീട് വീണ്ടും കോടതിയൊക്കെ ഇടപെട്ടിട്ട് NIPA എന്ന് തന്നെയാക്കി മാറ്റിയിട്ടുണ്ട്. ഈ അവസാനം പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.